തീർച്ചയായും. അതുപോലെ തന്നെ ജീനുകളുടെ സ്വാധീനത്തോടൊപ്പം നിന്നുകൊണ്ട് റിസ്ക് ഫാക്ടേഴ്സും ഒരുമിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദ്രോഗത്തിൻ്റെ വലിപ്പം അതിൻ്റെ ഒരു എത്താനുള്ള ശ്രമം ഒരു 10 മടങ്ങാകുമെന്നാണ് പഠനങ്ങൾ തീർച്ചയായും. പറയുന്നത്. 2015 ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ എന്ന പ്രഖ്യാത പ്രസിദ്ധീകരണം ഒരു സുദീർഘമായ ബൃഹത്തായ പഠനം പ്രസിദ്ധീകരിച്ചത് ജീനുകളുടെ സ്വാധീനത്തെ പറ്റിയൊക്കെ. വാസ്തവത്തിൽ ജീനുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാം പറയാറുള്ളത് നമ്മളുടെ പാരമ്പര്യ സഹജമായ പ്രവണത. അച്ഛന് ഏതാണ്ടൊരു 55 വയസ്സിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഏതാണ്ട് 60-65 വയസ്സിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ മറ്റേത് ആപത് ഘടകങ്ങളെക്കാളും പുകവലി, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, വ്യായാമക്കുറവ്, സ്ട്രെസ്സ്, മദ്യപാനം, ഇതിനേക്കാളൊക്കെ ഉപരി മുൻപന്തിയിൽ നിൽക്കുന്നത് പാരമ്പര്യ സഹജമായ പ്രവണതകളാണ്. ഇത് ജീനുമായി ജനിതകമായി ഇതൊത്തിരി കണക്റ്റഡ് ആണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പഠനത്തിൽ പറയുന്നത്, വാസ്തവം പറഞ്ഞാൽ കാഞ്ചി നിറയ്ക്കുന്നത് ജീനാണ്, കാഞ്ചി വലിക്കുന്നത് ആപത് ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരിൽ ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അവരിൽ ആപത് ഘടകങ്ങളുടെ അതിപ്രസരമുണ്ടോ എന്ന് കാലകൂട്ടി അറിയുകയും കർശനമായി അതിനെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ ഈ കാഞ്ചി നിറയ്ക്കുന്നത് ജീൻ, കാഞ്ചി വലിക്കുന്നത് ആപത് ഘടകങ്ങൾ, കാഞ്ചി വലിക്കാതെ നമുക്ക് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ പാരമ്പര്യസഹജമായി ഉണ്ടായിരിക്കുന്ന നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറാണ് നമുക്ക് ഹെറിഡിറ്ററി മൂലം നമുക്ക് കിട്ടുന്നത്. അച്ഛനൊരു 50 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെങ്കിൽ ആ മക്കൾ വളരെയധികം സൂക്ഷിച്ചിരിക്കണം. പാരമ്പര്യസഹജമായിട്ട് ജനറ്റിക്കായിട്ട് ഡിസ്പൊസിഷൻ ഉള്ളവരാണെന്ന് ഓർക്കണം നാം. അതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ആപത് ഘടകങ്ങളെയും നാം അതുപോലെ പുനർനിർവചിക്കണമെന്നർത്ഥം. നമ്മുടെ ചടുലമായ വ്യായാമം, കൃത്യമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് നാം അതിനെ അതിജീവിക്കണം. അച്ഛൻ 50 വയസ്സ് 55 വയസ്സിന് മുമ്പിൽ താഴെ മരിച്ചിട്ടും, ആ വയസ്സിന് താഴെ മരിച്ചിട്ടും പുകവലിച്ചും മദ്യപിച്ചും കൊളസ്ട്രോൾ കൂടിയും നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അറിവിലൂടെ ആരോഗ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ജനിതകപരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പല രോഗപ്രവണതകൾ നമുക്കുള്ളിലുണ്ടെന്നും എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള സാങ്കേതിക മികവ് നാം ആർജിക്കണമെന്നും നാം അറിയണം.